ശരിക്കും 3500 രൂപ ഒരു കുട്ടിയോട് ഇവർ വാങ്ങിക്കുമ്പോൾ 12,000 കുട്ടികളിൽ നിന്നും സംഘാടകരിലേക്ക് എത്തിച്ചേരുന്ന തുക എത്ര വലുതാണെന്ന് ചിന്തിക്കണം. രണ്ടാമത് സ്പോൺസർഷിപ്പായി കിട്ടിയതാണ് ഇവർക്ക് സാരി. ഈ കല്യാൺ സിൽക്സ് ആണ് ഇവർക്ക് ഒരു നീല സാരി സ്പോൺസർഷിപ്പായിട്ട് കൊടുത്തത്. പിന്നെ ഇവർക്ക് ഈ കുട്ടികളുടെ ഒരുക്കം, ഇവരുടെ ആടെ ആഭരണങ്ങൾ, ഇതിലെ എല്ലാ കാര്യങ്ങളും സംവിധാനങ്ങളും അവരവർ രക്ഷിതാക്കളുടെ സ്വന്തം പൈസയിലാണ് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത് ഇവിടെ എത്തി കാണണം, അതായത് രക്ഷകർത്താക്കൾക്ക് പോലും ഈ പരിപാടി കാണണം എന്നുണ്ടെങ്കിൽ 2 തരം ടിക്കറ്റാണ് ഇവർ പറഞ്ഞിരുന്നത്. ബുക്ക് മൈ ഷോയിലൂടെ മുകളിലെ തട്ടിൽ, അതായത് ഗാലറി സൈഡിൽ 149ഉം തൊട്ടടുത്തുകൊണ്ട് ഇരുന്നു കൊണ്ട് കാണണമെങ്കിൽ 299ഉം ആണ് ഇവർ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഒരു തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട, എൻ്റെ പേര് ബിജി ഹിലാൽ എന്നാണ്. എൻ്റെ മകള് മൃദംഗനാഥം പരിപാടിയിൽ ഇന്നലെ പങ്കെടുത്തിരുന്നു. എനിക്ക് വ്യക്തിപരമായി സ്റ്റേഡിയവും പരിസരവും ഒക്കെ അറിയുന്നത് കൊണ്ട് ഞാൻ വളരെ വിശ്വാസത്തോടു കൂടിയാണ് എൻ്റെ മകളെ വിട്ടത്. എറണാകുളത്തുള്ള കുട്ടികളടക്കം ഇന്നലെ 1 മണി മുതൽ ഇതിൻ്റെ തയ്യാറെടുപ്പിലായിരുന്നു. അവരുടെ ബസ്സിൽ അവർ ഇവിടെ എത്തുകയായിരുന്നു. ശരിക്കും ഞങ്ങൾ മനസ്സിലാക്കിയത്, ഇപ്പം പേരൻ്റ് എന്ന രീതിയിൽ നമ്മുടെ നൃത്ത വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളിലേക്ക് എത്തിയ വിവരം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു 6-7 മാസങ്ങൾക്ക് മുമ്പ് കേരളം തമിഴ്നാടിൻ്റെ റെക്കോർഡിനെ മറികടക്കാൻ വേണ്ടി, കേരളം അത് തന്നെയാണ് പറയേണ്ടത്, ഇങ്ങനെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്, കേരളം തമിഴ്നാടിൻ്റെ റെക്കോർഡിനെ മറികടക്കാൻ വേണ്ടി 12,000 ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട്, നർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് കേരളം നടത്തുന്ന ഒരു പരിപാടി എന്ന നിലയിൽ ആ ഒരു വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ മക്കളെ അതിലേക്ക് വിടുന്നത്. ആദ്യഘട്ടത്തിൽ 2,000 രൂപ വാങ്ങിക്കുകയും അതെല്ലാം നമ്മൾ ഈ പറയുന്ന പോലെ നൃത്ത സെൻറ്ററുകളെ, ഏത് അധ്യാപകരുടെ അടുത്തോ ആണ് നമ്മൾ അയച്ചു കൊടുത്തത്. പിന്നീട് 1,600 രൂപയോ 1,500 രൂപയോ പിന്നീട് ഇവർ വാങ്ങിക്കുകയും ചെയ്തു. ശരിക്കും 3,500 രൂപ ഒരു കുട്ടിയോട് ഇവർ വാങ്ങിക്കുമ്പോൾ 12,000 കുട്ടികളിൽ നിന്നും സംഘാടകരിലേക്ക് എത്തിച്ചേരുന്ന തുക എത്ര വലുതാണെന്ന് ചിന്തിക്കണം. രണ്ടാമത് സ്പോൺസർഷിപ്പായി കിട്ടിയതാണ് ഇവർക്ക് സാരി. ഈ കല്യാൺ സിൽക്സ് ആണ് ഇവർക്ക് ഒരു നീല സാരി സ്പോൺസർഷിപ്പായിട്ട് കൊടുത്തത്. പിന്നെ ഇവർക്ക് ഈ കുട്ടികളുടെ ഒരുക്കം, ഇവരുടെ ആടെ ആഭരണങ്ങൾ, ഇതിലെ എല്ലാ കാര്യങ്ങളും സംവിധാനങ്ങളും അവരവർ രക്ഷിതാക്കളുടെ സ്വന്തം പൈസയിലാണ് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത് ഇവിടെ എത്തി കാണണം, അതായത് രക്ഷകർത്താക്കൾക്ക് പോലും ഈ പരിപാടി കാണണം എന്നുണ്ടെങ്കിൽ 2 തരം ടിക്കറ്റാണ് ഇവർ പറഞ്ഞിരുന്നത്. ബുക്ക് മൈ ഷോയിലൂടെ മുകളിലെ തട്ടിൽ, അതായത് ഗാലറി സൈഡിൽ 149ഉം തൊട്ടടുത്തുകൊണ്ട് ഇരുന്നു കൊണ്ട് കാണണമെങ്കിൽ 299ഉം ആണ് ഇവർ പറഞ്ഞത്. ഇത്രയും തുക വാങ്ങിയിട്ടും യാതൊരു സുരക്ഷാ നടപടികളും ഇല്ലാതെ ഈ പരിപാടി നടത്തുമ്പോൾ അമ്മ എന്ന നിലയിൽ ഇത് TV-യിൽ കാണുമ്പോൾ എനിക്കുണ്ടായിരുന്ന ആശങ്കകൾ ചെറുതായിരുന്നില്ല. പിന്നെ ഞാൻ ജീവിക്കുന്ന മണ്ഡലത്തിലെ MLA, വ്യക്തിപരമായി അറിയുന്ന ആൾ, ഇതുപോലുള്ളൊരു വീഴ്ച. പിന്നെ GCDയുടെ സ്റ്റേഡിയം എന്ന് പറയുന്ന അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളൊരു സ്റ്റേഡിയമാണ്. അതിൻ്റെ ഗാലറിയിൽ ഇങ്ങനൊരു കാര്യം ചേഞ്ചസ് വരുത്തുമ്പോൾ GCDയുടെ അനുമതി വളരെ പ്രധാനമാണ്, GCDയുടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. ഇല്ല, നമ്മൾ ഗ്രൂപ്പായിട്ട്, അതായത് ഒരു ഡാൻസ് സ്കൂളിൽ നിന്ന് ഗ്രൂപ്പായിട്ട് പോകുന്നവരോട് 3,500 രൂപയാണ് വാങ്ങിയത്. രജിസ്ട്രേഷൻ ഫീ ആണെന്നാണ് ഇവർ പറഞ്ഞത്. റെസിപ്റ്റ് ഒന്നും തന്നിരുന്നില്ല.